അതൊക്കെ വെറുതെ നിനക്ക് തോന്നുക ചന്ദ്ര. തോന്നലൊന്നും അല്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മഹിയേട്ടനെ ശ്രദ്ധിക്കുന്നുണ്ട്. പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ നല്ല മാറ്റമുണ്ട്. നിങ്ങൾ എന്തിനാ ദുർഗയും കിരണിനെ പേടിക്കുന്നത്? പക്ഷെ നീ ഒന്നും മനസ്സിലാക്കണം. നീ ഇവിടെ ജീവിക്കണമെന്നും പൃഥ്വിയുടെ ഭാര്യയായി ഇവിടെ വേണമെന്നും ഞങ്ങൾക്ക് എല്ലാ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ ഞങ്ങളെല്ലാം നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതും. അതെന്താ നീ മനസ്സിലാക്കാത്തെ? അതെ അശ്വതേ, നീ ഇങ്ങനെ പോകുന്നത് ശരിയല്ല. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. കണ്ണ് കെട്ടി കളിച്ചപ്പോ അറിയാതെ നിന്റെ സാരിയിലൊന്ന് ചവിട്ടിയതിനല്ലേ നീ ധ്വനിമോളെ തല്ലിയത്? അതിനാണ് നിന്നെ ദുർഗ അടിച്ചതും വഴക്കു പറഞ്ഞതും. അത് നീ സംസാരിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇതിനപ്പുറം ഈ പ്രശ്നം വളർന്ന ഒരുപക്ഷെ ഇനി ഒരു തിരിച്ചുവരവ് നീ പ്രതീക്ഷിക്കണ്ട. അശ്വിത, ഈ ബാഗ് കൊണ്ട് നകത്ത് വെക്ക്. അതേ മോളെ, വെറുതെ ഒരു ദേഷ്യത്തിന് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോ ഇട്ടെറിഞ്ഞു പോകാനുള്ള അല്ല ജീവിതം. വസുമതി, അക്ഷിത നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അതെ അശി, എല്ലാവരും പറയുന്ന കേട്ടില്ലേ? അശി, നീ ഇങ്ങ് വന്നേ, അമ്മ പറയട്ടെ. എന്ത് പറയാനമ്മേ? നിന്നോട് വരാനാ പറഞ്ഞത്. വാ. വാ ഇങ്ങോട്ട്. അമ്മേ, നിന്നോട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും നിനക്കെന്താ മനസ്സിലാവാത്തെ? അതെ അശി, നീ ചെയ്തത് ശരിയായില്ല. നീ ഇന്ന് തല്ലിയത് പൂർണിമയുടെ മോളെയാണ്, അത് മറക്കണ്ട. ഈ വീട്ടിൽ പൂർണിമയ്ക്കുള്ള പവർ അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താ നോക്കുന്നേ? വെറുതെ അവരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് വീട് വിട്ടു പോകുന്നു പറയുന്നതിന് പകരം പെട്ടിയെടുത്ത് ഇറങ്ങാണോ വേണ്ടേ? അതെ, ഞങ്ങള് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി നിന്നെ കൊണ്ടുവന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾ രണ്ടുപേരും ഇത് എന്താ ഈ പറയുന്നേ? അവരെല്ലാരും കൂടി എന്നെ നാണം കെടുത്തുമ്പോ ഞാൻ എല്ലാം കേട്ടി ഇവിടെ മിണ്ടാതിരിക്കണോ? അതെന്താ? എനിക്ക് ദേഷ്യം വരാൻ പാടില്ലേ? ഇടി പൊട്ടി, ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയാണോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ കല്യാണം നടത്തിയത്? ഇനി നീ ഇപ്പൊ കരുതുന്ന പോലെ ബന്ധം പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല, നീ ഓർത്തോ. എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കയറാന്ന് കരുതിയാ അത് നടക്കൂ? ഇല്ലല്ലോ. എല്ലാവരും കൂടി ആട്ടി ഓടിക്കും നിന്നെ. അശി, നാത്തും പറഞ്ഞത് അശി ശരി, നീ അത് മനസ്സിലാക്ക്. അപ്പൊ ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാം സഹിച്ച് വേലക്കാരിയെ പോലെ കഴിയണമെന്നാണോ? നടക്കൂന്ന് തോന്നുന്നില്ല. അശി, അപ്പച്ചി പറയുന്നത് മോളൊന്ന് മനസ്സിലാക്ക്. നീ ഈ വീട്ടില് മഹാറാണിയായിട്ട് കഴിയണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഞാനിതെല്ലാം സഹിച്ച് ഇവിടെ തന്നെ നിക്കണമെന്നാണോ? നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? അഷി, നീ കുറച്ച് ക്ഷമിക്ക്. സാവകാശം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് മാറാം. അതെ, അതിനു മുമ്പ് നീ ഈ വീട്ടിലെല്ലാവരുടെയും മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ പതിയെ പതിയെ നീ ഈ വീട് ഭരിക്കണം. ഇപ്പൊ നീ ഇവിടെ അടിമയാകണമെന്ന് ചോദിച്ച സ്ഥാനത്ത് എല്ലാവരെയും നീ അടിമയാക്കി മാറ്റണം. അതെ, അതിനാദ്യം ഈ ദേഷ്യം ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് എല്ലാവരോടും സ്നേഹം അഭിനയിക്കണം. ആ ദുർഗയെ കണ്ടില്ലേ? എത്ര നാച്ചുറൽ ആയിട്ടാ അവൾ എല്ലാവരുടെ മുമ്പിൽ അഭിനയിക്കുന്നത്. അതെ, അവളെ കൊണ്ട് പറ്റുമ്പോ നിനക്ക് സാധിക്കാതിരിക്കോ? അതെ, ഇന്നു മുതല് നീ അഭിനയിച്ചു തുടങ്ങണം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്താ എന്നെ ഇവിടെ ആരും വിശ്വസിക്കില്ല. എല്ലാവർക്കും സംശയമാവുകയുള്ളൂ. നീങ്ങ, അതിനൊരു വഴിയുണ്ട്. ഇവിടെയുള്ളവരുടെ ഇഷ്ടത്തിന് നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാത്തിനും കയ്യിലെടുക്കണം. അപ്പൊ പിന്നെ ഒന്നും നടക്കില്ല. എതിര് പറയാതെ ശീ. എന്റെ അപ്പച്ചി എനിക്ക് കുക്കിങ്ങിന്റെ ABCD അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ കയ്യിലെടുക്കുന്നേ? അതാണോ കാര്യം? അത് വല്ല സോഷ്യൽ മീഡിയയിലും നോക്കി ഉണ്ടാക്കിയ പോരെ? എന്തോരം കുക്കിംഗ് ചാനലുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് നോക്കി പഠിച്ചെടുക്ക്. അതെ,
നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. എങ്കി വാ നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, വാ. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? ആ ദുർഗയും കിരണിനെയും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് പറഞ്ഞു പോയിട്ട് എന്തു പറ്റി? എന്താ അവരെ കണ്ടപ്പോ നാവിറങ്ങിപ്പോയോ? ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് ചന്ദ്ര. എന്നിട്ട് എന്തു പറ്റി? അവരെന്താ നിങ്ങളെ പേടിപ്പിച്ചോ? പൂർണിമ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഇവിടെ പിടിച്ചു നിർത്തുന്നതും എനിക്ക് മനസ്സിലാവും. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് നിങ്ങളെയാ. നിങ്ങളുടെ മകനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾ എന്തിനാ ദുർഗയ്ക്കും കിരണിനും കൊടുക്കുന്നേ? അതൊക്കെ വെറുതെ നിനക്ക് തോന്നുന്നേ ചന്ദ്ര. തോന്നലൊന്നും അല്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മഹിയേട്ടനെ ശ്രദ്ധിക്കുന്നുണ്ട്. പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ നല്ല മാറ്റമുണ്ട്. നിങ്ങൾ എന്തിനാ ദുർഗയും കിരണിനെ പേടിക്കുന്നത്? ഇനി കിരണിടയ്ക്ക് നിങ്ങളെ അച്ഛാന്ന് വിളിച്ചത് സത്യമാണോ? നിങ്ങളെങ്ങാനും ആണോ കിരണിന്റെ അച്ഛൻ? ഛീ, നീ ഒന്ന് പോയ ചന്ദ്രമതി. ശ്ശേ. ആ അധികാരത്തിലാണോ അവനിവിടെ കയറി താമസിക്കുന്നത്? എന്തൊക്കെയാ നീ പറയുന്നത്? അവരിവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇന്നും അവരെ ഇറക്കി വിടാൻ നോക്കിയത്. പിന്നെ പൂർണിമ ഓർത്താ ഞാൻ പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്. പൂർണിമ അവർക്ക് കൊടുത്ത വാക്ക് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കും കൂടെ ഉള്ളതല്ലേ? ദേ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുക, എനിക്ക് ദുർഗയോടും കിരണിനോടും യാതൊരു താല്പര്യ കൂടുതലും ഇല്ല. എനിക്ക് വലുത് നീയും നമ്മുടെ മോനും തന്നെയാ. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആർക്കറിയാം സത്യം. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഓ, അത് മതി. ഒന്ന് നിന്നേ. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോ. എല്ലാ പെണ്ണുങ്ങൾക്കും സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ദേഷ്യം ആ തെറ്റ് മറച്ചു വെച്ച് അഭിനയിക്കുന്നതാ. തന്റെ ഭർത്താവ് തന്നോടൊന്നും ഒളിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ പെണ്ണിന്റെയും ധൈര്യം. എന്നെങ്കിലും അതിന് വ്യത്യാസം വന്നാ പിന്നെ എന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയുന്നത് എന്തിനാ ചന്ദ്ര? പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. വന്ന ഈ ചന്ദ്രമതി ആരാന്ന് നിങ്ങൾ അറിയും. നശിപ്പിക്കുമല്ല ഞാൻ. എന്താ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? എന്തു മറയ്ക്കാൻ? നീ പോയി ജോലി നോക്ക ചന്ദ്ര. എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. ഒരു കാരണവും ഇല്ലാതെ അവൻ ഇത്രയും അധികാരത്തോടെ വീട്ടിൽ കയറി വന്ന് സ്വാതന്ത്ര്യം എടുത്ത് പറയുമോ?